ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BCom VAC വിദ്യാർത്ഥികൾക്ക് വാണിജ്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥയിലെ 2 അധ്യായങ്ങൾ പഠിക്കാനുണ്ട്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം ജീവിതത്തിൽ സത്യവും അഹിംസയും എങ്ങനെ കണ്ടെത്തി പിന്തുടർന്നു എന്നതാണ് അദ്ദേഹം തുറന്നെഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, പഠനം, വിവാഹം, വിദേശ ജീവിതം, ദക്ഷിണാഫ്രിക്കയിലെ വിവേചനാനുഭവങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം എന്നിവയെല്ലാം ലളിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. തൻ്റെ തെറ്റുകളും ദൗർബല്യങ്ങളും അദ്ദേഹം ഒരു ലജ്ജയുമില്ലാതെ സമ്മതിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ ഒരു മൂല്യത എന്നുള്ളത്. സത്യത്തെ കണ്ടെത്താൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും അദ്ദേഹം പരീക്ഷണം എന്ന നിലയിൽ കാണുന്നു. അഹിംസയെയും ഉപവാസത്തെയും സത്യാഗ്രഹത്തെയും സ്വരാജ് തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, ആവിഷ്കരിക്കുന്നത് എന്നൊക്കെ ആത്മകഥയുടെ ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ തന്നെയാണ്. അത്തരത്തിൽ ഈ കൃതിയിൽ ഖാദിയുടെ ജനനം, ഒടുവിൽ കണ്ടെത്തി എന്നീ 2 അധ്യായങ്ങൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളുടെ അടിത്തറയും ഗ്രാമീണ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലും വ്യക്തമാക്കുന്നുണ്ട്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കോളനീകരണത്തിൻ്റെ ശാപമായി വ്യാപിച്ചിരുന്ന കാലത്ത് രാജ്യത്തിൻ്റെ പുനർനിർമ്മാണം ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ആത്മവിശ്വാസത്തിലൂടെ സ്വയം പര്യാപ്തത്തിലൂടെയാണ് സാധ്യമാക്കേണ്ടത് എന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ അദ്ദേഹം കൈത്തറിയും ചർക്കയും അദ്ദേഹത്തിന് വെറും ഒരു ഉപകരണം ആയിരുന്നില്ല. അവ സ്വരാജിൻ്റെ ആത്മീയ രാഷ്ട്രീയ പ്രതീകങ്ങളായിരുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്ന ജനകീയ ആയുധമായിരുന്നു ഈ പറയുന്ന കൈത്തറിയും ചർക്കയും. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയ ശേഷം സബർമതി ആശ്രമത്തിൽ ഈ ആശയം പരീക്ഷണാത്മകമായി പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ നേരിട്ട പലതരം ബുദ്ധിമുട്ടുകളും പരിചയസമ്പന്നരായ നെയ്ത്തുകാരുടെ അഭാവവും നൂൽ ലഭ്യതയുടെ കുറവും അദ്ദേഹത്തെ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചു. മകൻലാൽ ഗാന്ധിജിയെ പോലെയുള്ള പ്രതിബദ്ധരായ അനുയായികളുടെയും രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ മറഞ്ഞു കിടന്നിരുന്ന പാരമ്പര്യ വിദ്യകളുടെയും സഹായത്തോടെ ഖാദി പ്രസ്ഥാനം രൂപം കൊണ്ടു. നൂല് നൂൽക്കുന്ന സ്ത്രീകളുടെ പരമ്പരാഗത തൊഴിലായതിനാൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ ഗുജറാത്തിലെ ഗംഗാ ബഹൻ മജുംദാരിനെ കണ്ടെത്തിയത് ഖാദി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി മാറുന്നുണ്ട്. ഖാദിയുടെ ജനനം ഒരു വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തിൻ്റെ കഥ മാത്രമല്ല, അത് ഒരു രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെയും അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൻ്റെയും ആവേശം കൊള്ളിച്ച ദേശീയ ഇതിഹാസമാണ്. ഖാദി ക്രമേണ സ്വരാജിൻ്റെ ചിഹ്നമായി മാറി. ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് 2 അധ്യായങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളത്. അതിൽ ഖാദിയുടെ ജനനം എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം 1908 ഹിന്ദ് സ്വരാജ് എഴുതിയപ്പോൾ കൈത്തറിയെയും ചർക്കയെയും നേരിട്ട് കണ്ടിരുന്നില്ലെന്നും ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനൊരു പരിഹാരമായിട്ട് കൈത്തറി ഒരു ശക്തമായ മാർഗമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ 1915 ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങി വരുമ്പോൾ സബർമതി ആശ്രമത്തിൽ നെയ്ത്ത് ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ കൈവേലകളിൽ പരിചയമുള്ള ആളുകൾ ഇല്ലാതിരുന്നൊരു തീവ്ര പ്രശ്നമായിട്ടൊക്കെ ആ ഭാഗത്ത് അദ്ദേഹം പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ട്. ആ അവസരത്തിൽ മകൻലാൽ ഗാന്ധി നെയ്ത്തുവിദ്യ പഠിച്ച് ആശ്രമവാസികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇതോടെ അവർ സ്വയം നിർമ്മിച്ച തുണി ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ആവശ്യത്തിന് തുണി ഉണ്ടാക്കാൻ കഴിയാതെ മറ്റ് നെയ്ത്തുകാരിൽ നിന്ന് തുണി വാങ്ങേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നല്ല നൂൽ ലഭ്യത കുറവായതിനാൽ മിൽനൂൽ ഉപയോഗിക്കേണ്ടി വന്നു. ഇതിലൂടെ നൂൽ കമ്പനിയുടെ പ്രവർത്തന രീതിയും അവരുടെ പരിമിതികളും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. കൈനൂൽ സ്വയം ഉൽപ്പാദിപ്പിക്കണമെന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ചർക്കയും നൂൽപ്പും പഠിക്കാൻ ആളെ കണ്ടെത്തുക വലിയ വെല്ലുവിളിയായി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. നൂൽപ്പ് പരമ്പരാഗതമായി സ്ത്രീകളുടെ തൊഴിലായതിനാൽ
ആ വിജ്ഞാനം കാലഹരണപ്പെട്ട നിലയിലായിരുന്നു. പക്ഷേ ആ ഒടുവിൽ അദ്ദേഹം ഗുജറാത്തിലെ ഗംഗാബഹൻ മജുംദാരിനെ കണ്ടുമുട്ടുന്നുണ്ട്. ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സ്ഥൈര്യമുള്ള ഒരു സ്ത്രീയുമായി അദ്ദേഹം ചർക്കയുടെ കല പുനരുജ്ജീവിപ്പിക്കണമെന്ന സ്വപ്നം പങ്കുവെക്കുകയാണ്. അവരുടെ പ്രജ്ഞാബദ്ധതയിലൂടെ, അവരുടെ ഒരു ഒരു വിശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ കൈനൂൽപ്പിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഖാദി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി എന്നുള്ളതാണ് ആ ഖാദിയുടെ ജനനം എന്ന ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം എന്നുള്ളത് ഒടുവിൽ കണ്ടെത്തി എന്നുള്ളത് അധ്യായമാണ്. അങ്ങനെ ഖാദിയുമായി ഗാന്ധിജി നടത്തിയ പരീക്ഷണങ്ങൾക്ക് ഒരു സാമ്പത്തിക പരിഷ്കാരം എന്ന ലക്ഷ്യം മാത്രമല്ല ഉണ്ടായിരുന്നത്. രാഷ്ട്രീയവും ധാർമ്മികവും സാമൂഹികപരവുമായിട്ടുള്ള മേഖലകളിലെല്ലാം പല വിധത്തിലുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. പ്രധാനമായും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഖാദിയുടെ പ്രചാരണമൊക്കെ ശക്തമാക്കുന്നത്. അങ്ങനെ ഈ ഒടുവിൽ കണ്ടെത്തി എന്ന് പറയുന്ന ഭാഗത്ത് ഗുജറാത്തിൽ ദീർഘകാലത്തെ അന്വേഷണത്തിനൊടുവിൽ ഗംഗാബഹൻ ബിജാപൂരിൽ ഉപേക്ഷിച്ച നിലയിൽ നിരവധി ചർക്കകൾ കണ്ടെത്തുന്നുണ്ട്. പഞ്ഞിത്തിരികൾ ലഭ്യമാകുകയും നൂലുകൾ എടുക്കുകയും ചെയ്താൽ നൂലുണ്ടാക്കാൻ ആളുകൾ സന്നദ്ധരായി എന്ന് തിരിച്ചറിയുകയും ഉമാൻ സെബാനിയുടെ സഹായത്തോടെ മില്ലിൽ നിന്ന് പഞ്ഞിത്തിരികൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവരെ ആശ്രയിക്കുന്ന സ്ഥിരമാക്കരുതെന്ന് തിരിച്ചറിവുള്ളപ്പോൾ പഞ്ഞി കടയാനുള്ള തൊഴിലാളികളെയും തിരിതെറുക്കാനുള്ള ആളുകളെയും കണ്ടെത്തുന്നുണ്ട്. ബോംബെയിൽ നിന്നുള്ള പഞ്ഞിയുടെ ലഭ്യതയും ഗംഗാബഹൻ്റെ നേതൃത്വവും ചേർന്ന് ബിജാപൂർ ഒരു പ്രശസ്ത ഖാദി കേന്ദ്രമായിട്ട് പിന്നീട് മാറുന്നുണ്ട്. അതേസമയം ആശ്രമത്തിലെത്തിയ ചർക്കയിൽ മകൻലാൽ ഗാന്ധി പരിഷ്കരണങ്ങൾ വരുത്തി. ആശ്രമത്തിൽ തന്നെ നൂൽപ്പണിയും തുണി നെയ്ത്തും ആരംഭിച്ചു. ഗാന്ധി രോഗാവസ്ഥയിലായിരിക്കെ നൂൽപ്പണിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടർന്നു. വില കൂടിയ നൂൽപ്പുകാരെ മാറ്റി പരിശീലനം ലഭിച്ച പുതിയ സ്ത്രീകളെ നൂൽക്കാൻ തുടങ്ങി. ചർക്കയുടെ ശബ്ദം അദ്ദേഹത്തിന് രോഗമുക്തിക്ക് മാനസികമായ ശക്തി നൽകിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് നൂൽക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ തൊഴിലാളികളെ ചേർത്തു. ഖാദി സാമ്പത്തികമായി പ്രായോഗികമാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും വലിയ വീതിയുള്ള ഖാദി തുണി നിർമ്മാണം ഗംഗാബഹൻ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം രാംജി ഗംഗാബഹൻ ദമ്പതികളെ പോലുള്ള നെയ്ത്തുകാരും ആശ്രമത്തിൽ ചേർന്ന് ഖാദി പ്രചാരത്തിന് വലിയ സംഭാവന നൽകി എന്നുള്ള പറയുന്നിടത്താണ് ഒടുവിൽ കണ്ടെത്തി എന്നുള്ള പാഠഭാഗം അവസാനിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഖാദിയിലൂടെ ഗാന്ധിജി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് അധ്വാനത്തിൻ്റെ മൂല്യവും സമത്വബോധവും പാരിസ്ഥിതിക അവബോധവും മിതവ്യയ ശീലവും ചുരുക്കി ചെലവാക്കാനുള്ള ശീലവും ആത്മനിയന്ത്രണവും ഒക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയായിരുന്നു ഗാന്ധിജിക്ക് ഖാദി എന്നുള്ളത്. രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും പ്രതിരോധത്തിലുമുള്ള ഒരു സെക്യുലർ രൂപമായി അദ്ദേഹം ഖാദിയെ പ്രയോജനപ്പെടുത്തി. അങ്ങനെ ആത്മാഭിമാനത്തിൻ്റെയും സ്വയംഭരണത്തിൻ്റെയും അടിസ്ഥാന രൂപമായി അദ്ദേഹം ഖാദിയെ തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഗാന്ധിജി മുന്നോട്ട് വച്ച മാതൃകകൾ ഇത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഗാന്ധിജിയുടെ ആത്മകഥയാണ് നമ്മൾ വായിക്കേണ്ടത്. പൂർണ്ണമായി വായിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ, കടന്നുപോയ, കണ്ടെത്തിയ നിരവധി അവസ്ഥകളെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.